ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാപത്തെക്കുറിച്ച് വേദപുസ്തകാടിസ്ഥാനത്തിൽ അല്പസമയം ഈ പ്രഭാതത്തിലും ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ചിന്തിക്കാമെന്ന് കരുതുന്നു. മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന ഏറ്റവും കഠിനമായ ഒരു സത്യമാണ് പാപം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം വാതിൽക്കൽ കിടക്കുന്ന പാപമെന്നാണ്. പലപ്പോഴും നമ്മുടെ വാതിൽക്കൽ കിടക്കുന്ന പാപത്തെ നാം ഗണ്യമാക്കാതെ കടന്നു പോവുകയാണെങ്കിൽ പാപം നമ്മളെ കീഴ്പ്പെടുത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വാതിൽ കിടക്കുന്ന പാപവുമായി ബന്ധപ്പെട്ട് പുതിയ നിയമത്തിൽ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം, 1 യോഹന്നാൻ 3:12, അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാകുന്നു: അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റെത് നീതി ഉള്ളതും ആകൊണ്ടത്രേ. അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? ഈ കാലഘട്ടത്തിൽ എല്ലാ ദിവസവും നാം ചോദിക്കുന്നൊരു ചോദ്യമാണ്: എന്തുകൊണ്ട് കൊന്നു? എന്താണ് ഈ കൊലപാതകത്തിന് പിറകിലെ കാരണം? നാം നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലും വായിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലും ഓരോ കൊലപാതകത്തിൻ്റെയും പിറകിൽ ഒട്ടനവധി കാരണങ്ങൾ നിരത്താറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ലഹരിയായിട്ടും, പ്രത്യേകിച്ച് രാസലഹരി, കെമിക്കൽ ഡ്രഗായിട്ടും, ആഡംബര ജീവിതമായിട്ടും, കടക്കെണിയായിട്ടും, കുടുംബ തകർച്ച, ബ്രോക്കൺ ഫാമിലി ആയിട്ടും ഒക്കെ ഒരുപാട് കാരണങ്ങൾ നാം കണ്ടെത്തുമ്പോൾ ഇതൊന്നും കാരണമാകാതെ തന്നെയാണ് വേദപുസ്തകത്തിൽ ഒരു കുടുംബത്തിൽ ആദ്യത്തെ കൊലപാതകം നടന്നിരിക്കുന്നത്. നമുക്കേവർക്കും ചിരപരിചിതമായിരിക്കുന്ന ഭാഗമായ ജ്യേഷ്ഠനായിരിക്കുന്ന കയീൻ അനുജനായിരിക്കുന്ന ഹാബേലിനെ കൊന്നുകളഞ്ഞതുമായി ബന്ധപ്പെട്ട് പുതിയ നിയമത്തിൽ യോഹന്നാൻ തൻ്റെ ലേഖനത്തിലൂടെ ചോദിക്കുന്ന ചോദ്യം ആണ്: അവനെ കൊല്ലുവാൻ കാരണമെന്ത്? അതിൻ്റെ ഉത്തരം ലേഖനകർത്താവ് തന്നെ നൽകുന്നുണ്ട്: തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റെത് നീതിയും. തനിക്കല്പം കുറവ് വരുമ്പോൾ, തൻ്റെ പെർഫോമൻസ് അല്പം കുറഞ്ഞു പോകുമ്പോൾ, തൻ്റെ സഹോദരൻ്റെ അല്ലെങ്കിൽ തൻ്റെ അയൽക്കാരൻ്റെ അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരൻ്റെ നേട്ടം തന്നേക്കാൾ മികച്ചതാണെന്ന് കാണുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയെയാണ് യോഹന്നാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ദൈവം നേരിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. കയീൻ തൻ്റെ സഹോദരനായ ഹാബേലിനെ കൊല്ലാൻ പോകുന്നതിന് എത്രയോ മുമ്പ് തന്നെ ദൈവം അവന് താക്കീത് കൊടുക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അതിൻ്റെ പശ്ചാത്തലം അറിയാം. രണ്ടുപേരും തങ്ങളുടെ അധ്വാനത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ വഴിപാട് അഥവാ യാഗവുമായി വരുന്നുണ്ട്. കയീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ദൈവം ആഗ്രഹിക്കത്തക്ക ഒരു യാഗമല്ല കയീൻ കഴിച്ചത്. യാഗത്തിൻ്റെ വലുപ്പമോ യാഗവസ്തുവിൻ്റെ വിലയോ അല്ല വലുത്. യാഗം കഴിക്കുന്നവൻ്റെ മനോഭാവത്തെയാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ടാണല്ലോ പുതിയ നിയമത്തിൽ 2 കാശ് ദാനം കൊടുത്ത വിധവയെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറെ പുകഴ്ത്തി സംസാരിച്ച യേശു കർത്താവിൻ്റെ ഭാഗം നാം വായിക്കുന്നത്. കൊടുക്കുന്നതിൻ്റെ നന്മയല്ല, കൊടുക്കുന്നവൻ്റെ മനോഭാവമാണ്. എന്തെങ്കിലുമൊക്കെ ദൈവസന്നിധിയിൽ വഴിപാടായി കൊടുത്തിട്ട് ദൈവം സ്വീകരിച്ചോ എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാനിരിക്കുന്നവനല്ല പരമകാരുണികനായ ദൈവം. ദൈവത്തിന് വഴിപാട് അർപ്പിക്കുമ്പോൾ, ദൈവത്തിന് യാഗം കഴിക്കുമ്പോൾ കഴിക്കുന്നവനൊരു ഒരുക്കവും കഴിക്കുന്നവൻ്റെ മനോഭാവത്തിൽ ഒരർപ്പണവും ഉണ്ടായിരിക്കണം. എന്തായാലും കയീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നതിന്, എന്നാൽ ഹാബേലിൻ കടിഞ്ഞൂടുകളുടെ മേധസ്സിൽ നിന്ന് രക്തത്തോടു കൂടിയ ഒരു യാഗം കഴിക്കുകയും അതിൽ ദൈവം പ്രസാദിക്കുകയും ചെയ്യുന്നു. ഉടനെ സഹോദരൻ്റെ നേട്ടം കാണുകയും തൻ്റെ കോട്ടം ഉൾക്കൊള്ളുവാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന കയീൻ്റെ മുഖം വാടി. കൊലപാതകത്തിൻ്റെ പിന്നിൽ കോപമാണെങ്കിലും മുഖം വാടിയതിൽ നിന്നാണ് പാപത്തിൻ്റെ 1-ാമത്തെ സ്റ്റെപ്പ് അവിടെ ആരംഭിക്കുന്നത്. 4:7 ഇങ്ങനെ പറയുന്നു: ദൈവം നേരിട്ട് കയീനോട് പറയുകയാണ്, നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകും, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. മുഖം വാടിയത് കണ്ട ദൈവം മനസ്സിലാക്കുന്നു, ഈ വാടിയ മുഖം ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെയാണ് കാണിക്കുന്നത്. സഹോദരൻ്റെ നേട്ടം കണ്ടപ്പോൾ അല്പം പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കയീൻ്റെ മുഖം വാടുകയാണ്.
അവനെ ഒരു വലിയ പാപത്തിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നതിനായിട്ട് ദൈവം നേരിട്ടിടപെട്ട് അവനോട് ചോദിക്കുകയാണ്, കയ്യിനെ നിന്റെ മുഖം വാടുന്നത് എന്താണ്? അതിൻ്റെ ഉത്തരമായിട്ട് ദൈവം തന്നെ അവിടെ പറയുന്നുണ്ട്, നീ നന്മ ചെയ്യാത്തത് കൊണ്ട് നിന്റെ മുഖം പ്രസാദിക്കാത്തതും ദൈവം നിന്നിൽ പ്രസാദിക്കാത്തതും. നന്മ ചെയ്യുവാൻ അവസരമുണ്ടായിട്ടും നാം നന്മ ചെയ്യുന്നില്ല എങ്കിൽ, കരുണ കാണിക്കുവാൻ അവസരമുണ്ടായിട്ടും നാം കരുണ കാണിക്കുന്നില്ല എങ്കിൽ പാപം നമ്മുടെ വാതിൽക്കൽ കിടക്കുന്നു എന്ന് ഈ വചനം ഓർമ്മിപ്പിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ കിടക്കുന്നു. നമ്മുടെ പടിവാതിൽ കിടക്കുന്ന പാപത്തെക്കുറിച്ച് ഗൗരവമായി നാം ചിന്തിക്കേണ്ടതാണ്. വാതിൽക്കൽ കിടക്കുന്ന പാപമാണ് കയ്യിനെ ഒരു കൊലപാതകിയാക്കി മാറ്റുന്നത്. പാപം വാതിൽക്കൽ കിടക്കുന്നതിൻ്റെ 1-2 കാര്യങ്ങൾ ചുരുക്കത്തിൽ വേഗത്തിൽ ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. പാപം പിറകിൽ നിന്ന് വന്ന് അറ്റാക്ക് ചെയ്തു എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പടിവാതിൽക്കലാണ് അവൻ കിടക്കുന്നത്. എന്താണ് പടിവാതിലിൻ്റെ പ്രത്യേകത? നാം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നമ്മുടെ ഭവനത്തിൻ്റെ പടിവാതിലൂടെയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പടിവാതിലിൽ, നമ്മുടെ ഭവനത്തിൻ്റെ പടിവാതിലിൽ തക്കം പാർത്ത് കിടക്കുന്നതാണ് പാപമെന്ന് നാം ഓർക്കുക. അടുത്ത വാക്യത്തിൽ പറയുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. പാപം വല്ലാതെ നമ്മെ ആഗ്രഹിക്കുകയാണ്. കാത്ത് പതുങ്ങി കിടക്കുന്ന പാപം വലിയ തീവ്രമായി നമ്മെ ആഗ്രഹിക്കുകയാണ്. അത് നമ്മളെ കീഴ്പ്പെടുത്തും. അടുത്ത വാക്യം പറയുന്നുണ്ട്, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴ്പ്പെടുത്തണം. 2 ഓപ്ഷൻ ഇവിടെയുണ്ട്. ഒന്നുകിൽ പടിവാതിൽക്കൽ കിടക്കുന്ന പാപത്തെ നിനക്ക് കീഴ്പ്പെടുത്താം, അല്ലെങ്കിൽ പടിവാതിൽക്കൽ കിടക്കുന്ന പാപം നിന്നെ കീഴ്പ്പെടുത്തും. ഈ പാപം ഇര കാത്ത് കിടക്കുന്ന ഒരു ക്രൂര മൃഗത്തിന് തുല്യമാണെന്ന് നമുക്ക് ഇംഗ്ലീഷ് വേർഷൻ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഒരു വൈൽഡ് ആനിമൽ, ഒരു ക്രൂര മൃഗം ഇര കാത്ത് കിടക്കുന്നത് പോലെയാണ് പാപം കിടക്കുന്നത്. ഇര കാത്ത് കിടക്കുന്ന ഒരു വന്യമൃഗത്തിൻ്റെ തേജോവികാരങ്ങൾ എന്തൊക്കെയായിരിക്കും? ഏത് വിധേനയും ഇരയെ കീഴ്പ്പെടുത്തണം. അതിനെ എത്ര സമയവും പതുങ്ങിയിരിക്കുവാൻ, ക്ഷമയോടെ കാത്തിരിക്കുവാൻ, തക്കം പാർത്തിരിക്കുവാൻ ആ വന്യമൃഗം തയ്യാറാകുന്നത് പോലെ പാപമാകുന്ന വന്യമൃഗം ഇരയാകുന്ന നമ്മളെ കീഴ്പ്പെടുത്തുവാൻ പടിവാതിൽക്കൽ കിടക്കുകയാണ്. വലിയ ജാഗ്രതയോടെ, വലിയ ശ്രദ്ധയോടുകൂടി നാം അതിനെ കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ പാപം നമ്മെ കീഴ്പ്പെടുത്തും. കയ്യിൻ്റെ ജീവിതത്തിൽ ഒരു കൊലപാതകനായി മാറുവാൻ, വേദപുസ്തകത്തിലെ ആദ്യത്തെ കൊലപാതകം ആ ഭവനത്തിൽ, ആ വയലിൽ നടക്കുവാൻ കയ്യിനെ കീഴ്പ്പെടുത്തിയ പാപമായിരുന്നു കാരണം. പുതിയ നിയമത്തിലേക്ക് നാം വരികയാണെങ്കിൽ പാപത്തെ കീഴ്പ്പെടുത്തിയ ഒരുവൻ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് കാൽവറി ക്രൂശിൽ സ്വന്തം ശരീരം ബലിയായി കൊടുത്ത് പിശാചിനെ ആയുധം വെപ്പിച്ച് കീഴടക്കി ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ ജയിച്ച കർത്താവിൻ്റെ മക്കളായിരിക്കുന്ന നമുക്ക് പാപത്തെ കീഴ്പ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളെ സഹായിക്കും. അലക്ഷ്യമായി നാം ക്രൈസ്തവ ജീവിതം നയിക്കുകയാണെങ്കിൽ പടിവാതിൽക്കൽ കിടക്കുന്ന പാപം നമ്മെ കീഴ്പ്പെടുത്തും. നാം ദൈവം വെച്ചിരിക്കുന്ന നന്മയ്ക്ക് അർഹരായി തീരാതെ പോകും. ഇന്നും നമ്മളോടും ദൈവം ചോദിക്കുന്നു, എന്താണ് നിന്റെ മുഖം വാടുന്നത്? പലപ്പോഴും മറ്റുള്ളവൻ്റെ ഉയർച്ച കാണുമ്പോൾ, മറ്റുള്ളവൻ്റെ നേട്ടം കാണുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ പറ്റാതെ നാം മുഖം വാടുന്ന 1-ാമത്തെ സ്റ്റെപ്പിലൂടെ, നന്മ ചെയ്യാത്ത 2-ാമത്തെ സ്റ്റെപ്പിലൂടെ, പാപത്തെ കീഴ്പ്പെടുത്താത്ത 3-ാമത്തെ സ്റ്റെപ്പിലൂടെ പാപം നമ്മെ കീഴ്പ്പെടുത്തുകയും നാം ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വലിയ ആ നിധി, ഓഹരി പ്രാപിക്കുവാൻ കഴിയാതെ തള്ളപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓർക്കുക, പാപം പടിവാതിൽക്കൽ കിടക്കുന്നു. നീ അതിനെ കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ അത് നിന്നെ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.